2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയുടെ കാലത്ത് 1.25 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമ, അതും കലാമൂല്യമുള്ളതും താരപരിവേഷമില്ലാത്തതും, അതാണ് ലോറി. വള്ളം നിറഞ്ഞാൽ കണ്ണിൽ കാമം കത്തിക്കയറുന്ന പച്ച മനുഷ്യരുടെ കഥ. പത്മരാജൻ്റെ എക്കാലത്തെയും മികച്ച രചന എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. ഭരതൻ്റെ മികച്ച സംവിധാനമെന്നും. ലോറി കണ്ട് ജനം പറഞ്ഞു, കലാമൂല്യമുള്ള സിനിമകൾ തിയേറ്ററിലെത്തിക്കൂ, ഞങ്ങൾ വിജയിപ്പിക്കും. അന്നത്തെ 100 കോടി ക്ലബിൽ ലോറി എത്തി. അതെ, 100 ദിവസം ലോറി തിയേറ്ററിൽ ഓടുകയായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഭിക്ഷാടനത്തിനായി മറ്റുള്ളവർക്ക് വിൽക്കുകയും തൻ്റെ തെരുവ് സർക്കസിന് ഉപയോഗിക്കുകയുമാണ് വേലൻ. ഒരിക്കൽ വേലൻ തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാതെ തൻ്റെ സർക്കസിലെ അഭ്യാസത്തിനായി കൂടെ വളർത്തുന്നു. അവളാണ് റാണി. അവളിപ്പോൾ വളർന്നൊരു പെണ്ണായിരിക്കുന്നു. ഔസേപ്പ് ഒരു ലോറി ഡ്രൈവറാണ്. അയാളുടെ ലോറിയിലെ ക്ലീനറാണ് ദാസപ്പൻ. പണ്ട് ക്ലീനറായി നിന്നാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഒരിക്കൽ തെരുവ് സർക്കസ് കണ്ട് ഔസേപ്പ് തൻ്റെ ലോറി വഴിയിലൊതുക്കി നിർത്തിയപ്പോൾ അയാളുടെ കണ്ണുകൾ റാണിയിലെത്തുന്നു. ഒപ്പം റാണിയുടെയും ദാസപ്പൻ്റെയും കണ്ണുകളും പരസ്പരം ശ്രദ്ധിക്കുന്നു. റാണിയിൽ മോഹം വെച്ച ഔസേപ്പ് ചാരായ ഷാപ്പിൽ വെച്ച് വേലനുമായി ചങ്ങാത്തം കൂടുന്നു. അയാളുടെ നോട്ടം റാണിയിലാണെന്നത് വേലൻ അറിയുന്നില്ല. ഇപ്പൊ വരാം. ഞാൻ ഇരിക്കണോ അതോ പോട്ടോ? അവിടെ ഇരിക്കാം. 100 വരെ 7 വട്ടം എണ്ണും. അപ്പോഴത്തേക്കും വന്നണം, ഇല്ലെങ്കിൽ ഞാനങ്ങ് പോവും. ശരി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അത് പറ്റില്ല. ഇത്രയും എന്റെ വക. നിങ്ങളുടെ അഭ്യാസം എനിക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചു. മായ കൊടുക്കാറേ ഉള്ളൂ, മായ കുടിക്കാറില്ല. എന്റെ സന്തോഷം കൊണ്ടല്ലേ. ആശാൻ ഇന്ന് കാണിച്ച വേല ഉഗ്രൻ. പല വേലയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ്. എന്താ പേര്? വേലൻ. വേലൻ? വേല കാണിക്കുന്നവൻ വേലൻ. അത് അതിവിശേഷം. ഇനി സ്വല്പം എന്റെ വക. എനിക്ക് ആശാനുമായൊന്ന് പന്തയം വെച്ച് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് നേരില്ല, ഇനി ഒരിക്കലാവാം. പിടി. 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 59 60 61 64 ഒരു ബക്കറ്റ് വെള്ളം അങ്ങ് തലയിലോട്ട് കമഴ്ത്തിയാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അല്ല, നല്ല തണുത്ത വെള്ളം ധാരകോരിയാലേ ഈ അസുഖങ്ങൾ മാറും. ഇതേ സൂക്കറുള്ള 1-2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡെയിലി താഴ്ന്നവരെ ഇങ്ങനെ അങ്ങ് എണ്ണിക്കൊണ്ടിരിക്കും. ചികിത്സ കൊണ്ട് കേട്ടോ. റാണിയും ദാസപ്പനും അടുക്കുന്നു. ഇരുവരും അടുത്തു പെരുമാറുന്നത് വേലനെ ചൊടിപ്പിക്കുന്നു.
ലോഡ് ഇറക്കിയിട്ട് ഞാൻ ഈ വഴി തന്നെയാ വരിക. നാളെ ഇവിടെ കാണുമോ? നാളെ തന്നെ വരുമോ? പകല് കളി ഉണ്ടാവും. ശരി, ബാപ്പാ. ആ പിന്നെ ചരക്കുമായി നാളെ ഞാൻ ഇതുവഴി വരാം. പിന്നെ ആശാനിക്ക് 2 വേല പഠിപ്പിച്ചു തരണം. ലക്ഷണം വെക്കണം. എന്തോന്നാ ലക്ഷണ? 10 കുപ്പി ചാരായോ, 2 കോഴി. എവിടെ പോയിരുന്നടി? മീൻ പിടിക്കാൻ പോയിരുന്നതാ. നീ എവിടെ പോയിരുന്നടാ? ഇപ്പൊ കഴുകാനൊന്നും നേരല്ല. കേറ്. വയ്ക്കോ, ഞാൻ വന്നേക്കാം. ഇനിയും റാണി വളരുന്നത് നോക്കി നിൽക്കുന്നത് ബുദ്ധിയല്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മാറിയിരിക്കും, ഞാൻ പഠിപ്പിച്ചോളാം. ദാസപ്പനും റാണിയും കൂടുതൽ അടുക്കുന്നു. വേലന്റെ ശല്യം റാണി പറയുമ്പോൾ വൈകാതെ താൻ ഡ്രൈവറായി ജോലിക്ക് കയറുമെന്നും അന്ന് റാണിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്നും പറയുന്നു. റാണി, ഞാൻ ഔസിപ്പറ്റിന് അടുത്തൊന്ന് വിടാൻ പോവാ. അടുത്ത ആഴ്ച എനിക്കൊരു പുതിയ പണി കിട്ടും, ഡ്രൈവറായിട്ടാ. പിന്നെ എനിക്ക് ഓടിക്കാൻ ഒരു ലോറി, ഒരു കൊച്ചു വീട്, അവിടെ എന്റെ മോൾ, എന്റെ റാണി. അതിന് ഇനി ഞാൻ കാത്തിരിക്കണോ? ഞാനിപ്പോ വരും. ഇപ്പോഴും ഇനി ഞാൻ നിന്നെ വിട്ടിട്ട് പോവില്ല. രാത്രി ഞാൻ എപ്പോഴെങ്കിലും വരും. അതുവരെ സൂക്ഷിച്ചോ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ദാസപ്പനും റാണിയും അടുത്ത് പെരുമാറുന്നത് വേലൻ കാണുന്നു. പരിശീലനത്തിനിടയിൽ അവളെ അയാൾ ലിംഗിതത്തിനായി ചേർക്കാൻ ശ്രമിക്കുന്നു. അവൾ കുതറി മാറുന്നു. വീണ്ടും ദാസപ്പനും റാണിയും അടുത്തു പെരുമാറുന്നത് വേലൻ കാണുന്നു. അതേ രാത്രി അയാൾ തൻ്റെ ഇഷ്ടത്തിനായി അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ തീരുമാനിച്ചു, നമുക്ക് ഇപ്പൊ പോണം. അയ്യോ, എന്നെ മാത്രമേ പേടിയുള്ളൂ. ആ പേടി ഞാനും മാറ്റിത്തരാം. ഓടിമാറിയ അവൾ ലോറികൾ പാർക്ക് ചെയ്യുന്നിടത്തിലൂടെ നീങ്ങുമ്പോൾ അതിലൊരു ലോറിയിൽ വിശ്രമിച്ചിരുന്ന ഔസേപ്പ് റാണിയെ പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി ലോറി വിടുന്നു. കൂടെ ദാസപ്പനുമുണ്ട്.
ലോറിയിൽ ചാടിക്കയറാൻ നോക്കിയ വേലന് അതിന് കഴിയുന്നില്ല. ലോറിയിൽ വെച്ച് ഔസേപ്പ് റാണിയോട് മോശമായി പെരുമാറുന്നു. ദാസപ്പൻ അരുതെന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യവാനായ ഔസേപ്പിൻ്റെ അടുക്കൽ ദാസപ്പന് ഒന്നും ചെയ്യാനായില്ല. ഔസേപ്പേട്ടൻ വേലാണ്ടിയും വേലാണ്ടിയുടെ മോളെയും കാണണമെന്ന് പറഞ്ഞപ്പോ നീ വിചാരിച്ച് വെള്ളം അടിച്ചോണ്ട് പറഞ്ഞത് അല്ലടാ? പോകും വഴിയിൽ വണ്ടി നിർത്തുകയും റാണിയെ അയാളുടെ ഇഷ്ടത്തിനായി കീഴ്പ്പെടുത്താൻ നോക്കുകയും ചെയ്യുന്ന ഔസേപ്പിനെ ദാസപ്പൻ തലക്കടിച്ച് വീഴ്ത്തി ലോറിയിൽ കയറ്റുന്നു. ഞാൻ വണ്ടി എടുത്ത് മാറിയിട്ട് ബോധം കെട്ട് കിടക്കുന്ന ഔസേപ്പിനെ ഡ്രൈവർ സീറ്റിനടുത്ത് കിടത്തുകയും റാണിയോട് ലോറിയുടെ പുറകുഭാഗത്ത് കിടന്നുറങ്ങിക്കോളാനും പറഞ്ഞ് ദാസപ്പൻ വണ്ടിയുമായി നീങ്ങുന്നു. കുറെ പോയി കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടിയ ഔസേപ്പ് തന്നെ തലക്കടിച്ച് ദാസപ്പനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കി വണ്ടിയുമായി അയാളുടെ വീട്ടിലേക്ക് നീങ്ങുന്നു. അയാളുടെ വീട്ടിൽ അയാൾക്ക് ഭാര്യയും ഒരു കുഞ്ഞും. ഇതാണ് എന്റെ വീട്. അവിടെ നിന്നോണം. ഞാൻ പോയിട്ട് വരും. ചാടി പോകാൻ ശ്രമിച്ചു ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. നടക്ക്. ഔസേപ്പ് അയാളുടെ വീട്ടിൽ വെച്ച് റാണിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ഭാര്യ തടസ്സപ്പെടുത്തുന്നു. അടുത്ത തവണ വരുമ്പോൾ റാണി തനിക്ക് പായ വിരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഔസേപ്പ് അവിടെ നിന്ന് പോകുന്നു. മറ്റൊരു ദിവസം മടങ്ങിയെത്തിയ ഔസേപ്പ് വീട് ഒഴിഞ്ഞു കിടക്കുന്നതായി കാണുന്നു. ആ വീട്ടിലുള്ളവരൊക്കെ അവിടെ പോയി. അവരവിടുന്ന് പൊറുതി മാറുന്ന തോന്നണേ. 6-7 ദിവസമായിട്ട് അവിടെ ആരെയും കാണുന്നില്ല. ഔസേപ്പാപ്പിൾ ഇപ്പൊ ഇടുന്ന അരിശം മൂത്ത അയാൾ വീട് കത്തിച്ചു കളയുന്നു. ഒരു പാറമടയിൽ കല്ല് പൊട്ടിച്ചു കഴിയുന്ന ഔസേപ്പിൻ്റെ ഭാര്യയെ കല്ലെടുക്കാനായി ലോറിയുമായി എത്തുന്ന ദാസപ്പൻ കാണുന്നു. ഒപ്പം അവളുടെ കൂടെ ഓടിപ്പോന്ന റാണിയെയും. ദാസപ്പനും റാണിയും വിവാഹിതരാകുന്നു. ഒരു ദിവസം റാണിയെയും ദാസപ്പനെയും അവരറിയാതെ ഔസേപ്പ് കാണുന്നു. ദാസപ്പനെയും റാണിയെയും കണ്ട വിവരം ഷാപ്പിൽ വെച്ച് അവിടുത്തെ ജീവനക്കാരനുമായി പങ്കുവെക്കുമ്പോൾ അവിടെ ഒളിച്ചു നിന്ന് ശ്രദ്ധിച്ച വേലനും അതറിയുന്നു. തിരിച്ച് ലോറിയിൽ കയറാനെത്തിയ ഔസേപ്പിനെ വേലൻ കഴുത്തിൽ കുടുക്കിട്ട് റാണിയുടെ അടുക്കിലേക്ക് വണ്ടി ഓടിക്കാൻ പറയുന്നു. വണ്ടി ദാസപ്പൻ താമസിക്കുന്നിടത്തെത്തുമ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇരുവരും തമ്മിൽ സംഘർഷമാകുന്നു. അതിനിടയിൽ ദാസപ്പനും റാണിയും ഔസേപ്പിൻ്റെ ഭാര്യയും കുഞ്ഞും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. വഴിയിൽ കിടന്ന ഔസേപ്പിൻ്റെ ലോറിയെടുത്ത് അവർ അവിടെ നിന്ന് നീങ്ങുന്നു. ലോറിയുടെ പിന്നിൽ വേലനും ഔസേപ്പും ചാടിക്കയറുന്നു. ഇരുവരും തമ്മിൽ ലോറിയുടെ പിൻഭാഗത്ത് വലിയ സംഘർഷം നടക്കുന്നു. ലോറി മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നു. ലോറി കൊക്കയിലേക്ക് പോകുന്നില്ലേ വണ്ടിയുടെ മുന്നിൽ നിന്ന് എല്ലാവരും ചാടി രക്ഷപ്പെടുമ്പോൾ വണ്ടിയുടെ പുറകിലുള്ള വേലനും ഔസേപ്പും റോഡ് കെട്ടിമുറുക്കുന്ന കയറാൽ ചുറ്റിമുറുക്കപ്പെടുന്നു. ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് തീപിടിച്ച് നശിക്കുന്നു. ഒപ്പം വേലനും ഔസേപ്പും.